ഹലോ, ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം ഒരു ഗവേഷക വിദ്യാർത്ഥിക്ക് വേണ്ടുന്ന ഗുണങ്ങളെക്കുറിച്ചാണ്. ഇത് ഞാൻ സംസാരിക്കാൻ കാരണം ഞാൻ ഈ അടുത്തിടെ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ എന്ന് വെച്ചാൽ ഒരു 22 വയസ്സുള്ള ഒരു ഡിഗ്രി പാസ്സായ ഒരു വിദ്യാർത്ഥി. ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൽ നല്ല താല്പര്യമുണ്ട്. അതിൻ്റെ നല്ല ഐഡൻറ്റിഫിക്കേഷൻ സ്കില്ലും എല്ലാം ഉണ്ട്. അതൊരു പക്ഷേ ഒരു മുതിർന്ന ഗവേഷകനിലോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു അഗ്രസീവായിട്ടുള്ളൊരു പാഷനും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ പരിചയപ്പെട്ടത്. അപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹത്തിന് ഫെലോഷിപ്പോ ഒന്നും തന്നെ ഇല്ല. അതായത് റിസർച്ച് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസോ റിസർച്ച് ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. അദ്ദേഹം ജസ്റ്റ് MSc ജോയിൻ ചെയ്ത ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളെ നമ്മൾ നീണ്ട കാലത്തിനിടയിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ കാണുള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലരും പഠിക്കുന്നതൊക്കെ ഒരു മെക്കാനിക്കലായിട്ട് പഠിച്ചു വരുന്ന ഒരു രീതിയാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ റിസർച്ചിലേക്ക് പോലെയുള്ള മേഖലയിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ബേസിക്കലി ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ള അറിവല്ല, അത് വേണ്ടെന്നല്ല, പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു ഗവേഷക വിദ്യാർത്ഥിക്ക് വേണ്ടുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ CSIRും UGC ഒക്കെ നടത്തുന്ന നെറ്റ് JRF എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് പലരും അതിൻ്റെ ഫെലോഷിപ്പിൽ അട്രാക്റ്റഡ് ആവുകയും അതിനുവേണ്ടി അഗ്രസീവായ കോച്ചിങ്ങും മറ്റും നേടുകയും ഇനി ഒരു തവണ കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പല തവണയൊക്കെ ആയിട്ട് ശ്രമിച്ചും ഒക്കെ ഒരു ഫെലോഷിപ്പൊക്കെ കിട്ടും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ഈ ഫെലോഷിപ്പ് കിട്ടുന്നു എന്നല്ലാതെ ഫെലോഷിപ്പ് കിട്ടിയ ശേഷം ഒരു വർക്കിനെ എടുത്താൽ ആ വർക്കിനോട് ഇൻവോൾവ് ആവാൻ അവർക്ക് പറ്റാതെ വരുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പലർക്കും അവർ ചെയ്യുന്ന വർക്ക് എന്താണെന്നോ അതിൽ എന്തെങ്കിലും പാഷനേറ്റായിട്ട് ചെയ്യണമെന്നോ ഒന്നും തന്നെ പറ്റാത്തതിന് കാരണം അവർക്ക് ബേസിക്കലി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് വേണ്ടുന്ന അത്യാവശ്യം ചില ഗുണങ്ങളുണ്ട്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പാഷൻ വേണം. കാരണം നിങ്ങളിപ്പോൾ സപ്പോസ് നിങ്ങൾ ബാക്ടീരിയയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ബാക്ടീരിയനെ കുറിച്ച് ഉള്ള നിങ്ങൾക്കതിനോട് വല്ലാത്ത ഇഷ്ടം തന്നെ വേണം. ഇല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ബാക്ടീരിയയെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് മന്ത്ലി ഫെലോഷിപ്പ് കിട്ടുന്നുണ്ടാകും, പക്ഷേ എത്ര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് ഡെഡായിട്ട് തന്നെ കിടക്കും. കാരണം നിങ്ങൾക്ക് അതിൻ്റെ സോൾ എന്താണെന്ന് അറിയില്ല. അതാണ് അതിൻ്റെ ബേസിക് പ്രോബ്ലം. പിന്നെ ഈ റിസർച്ച് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് റിസർച്ചുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പഴയ ആളുകൾ ചെയ്ത കാര്യങ്ങളെല്ലാം വായിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാനൊക്കെ പേപ്പേഴ്സ് വായിക്കാനും അത് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ ഈ മേഖലയിലേക്ക് വരരുത്. മൂന്നാമത്തെ കാര്യം, ഫീൽഡിലേക്ക് പോകണം. പല വർക്കും ഫീൽഡിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഫീൽഡിൽ പോകാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും പറ്റിയ മേഖലയല്ല ഈ ഗവേഷണം. പിന്നെ ഉള്ളത്, ഒരുപാട് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ കാണും. ഇത് വളരെ ടീഡിയസ് ആയ വർക്കാണ്. അതിലും താല്പര്യമില്ലാത്ത ആളുകൾ ഇങ്ങനെയുള്ള ഗവേഷണ മേഖലയിലേക്ക് വരരുത്. കാരണം നമുക്ക് ഒരു താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകൾ, ജങ്കായിട്ടുള്ള ഒരുപാട് റിസർച്ചേഴ്സിനൊക്കെ ഈ മേഖലയിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ സയൻസിൻ്റെ എന്നല്ല ഏത് വിഷയത്തിൻ്റെ ആയാലും ഒരു ഡീഗ്രഡേഷനാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അട്രാക്റ്റീവായൊരു ഫെലോഷിപ്പ് ഉണ്ട് എന്ന് കരുതി മാത്രം ആരും തന്നെ ഇതിനെ പേഴ്സ്യൂ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള റിസർച്ചേഴ്സും ജെന്യുവൻ ആയിട്ടുള്ള വർക്കേഴ്സും വരികയാണെങ്കിൽ മാത്രമേ സയൻസിന് എന്തെങ്കിലും പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരുപാട് ജങ്ക് പബ്ലിക്കേഷൻസ് ഉണ്ടാകുന്നു, ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടാകുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഒരു പബ്ലിക് മണിയുടെ വേസ്റ്റിംഗ് ആണ് നടക്കുന്നത്. പബ്ലിക് മണി സയൻസിനെ അത് പൊല്യൂട്ട് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഒരിക്കലും സയൻസിനെ പൊല്യൂട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഗവേഷകൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം.